വിശുദ്ധ ഖുർആനിലൊരു പ്രാർത്ഥനയുണ്ട്. നമ്മൾ എപ്പോഴും കേൾക്കാറുള്ള ഒരു പ്രാർത്ഥനയാണ്, നമ്മൾ പ്രാർത്ഥിക്കാറുള്ള പ്രാർത്ഥന. അതിങ്ങനെയാണ്: റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ. എന്താർത്ഥം? റബ്ബേ, എന്റെ റബ്ബേ, ഇർഹംഹുമാ, അവർക്ക് രണ്ടുപേർക്കും നീ കരുണ ചെയ്യണേ. ആരാ രണ്ടുപേര്? മാതാപിതാക്കൾക്കുള്ള പ്രാർത്ഥന. എന്റെ മാതാപിതാക്കൾക്ക് നീ കരുണ ചെയ്യണേ. എങ്ങനെ? കമാ റബ്ബയാനി സ്വഗീറ, എന്നോട് ചെറുപ്പത്തിൽ അവരെങ്ങനെ കരുണ കാണിച്ചുവോ അതേപോലെ നീ എന്ത് ചെയ്യണം? അവർക്കും കരുണ കാണിക്കണേ. ഇതാണ് വിശുദ്ധ ഖുർആൻ പ്രധാനമായും മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന. ഈ പ്രാർത്ഥന മുന്നിൽ വെച്ചുകൊണ്ട് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അതായത് ഈ പ്രാർത്ഥന ഇന്ന് വർത്തമാന കാലത്ത് ചില ആളുകൾക്കെങ്കിലും അത് തിരിച്ചടിക്കും. എങ്ങനെ തിരിച്ചടിക്കണം? ഇതിനൊരു ഉപാധി വെച്ചിട്ടുണ്ട്. എന്താ ഉപാധി? കമാ റബ്ബയാനി, എന്നോട് ചെറുപ്പത്തിൽ എന്റെ മാതാപിതാക്കൾ എങ്ങനെ പെരുമാറിയോ, എങ്ങനെ കരുണ കാട്ടി, അതേപോലെ എന്ത് ചെയ്യണം? അവർക്കും കരുണ കാണിക്കണം. അപ്പൊ നമ്മൾ ചെറുപ്പത്തിൽ കുട്ടികളോട് കരുണക്ക് പകരം ക്രൂരതയാണ് കാണിച്ചതെങ്കിലും നേരെ തിരിച്ചടി വരിക. അതല്ല തിരിച്ചടി കിട്ടുക. ഈ ഒരു ആശയം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഇന്ന് നമ്മുടെ നാട്ടില് ഈ ചെറിയ കുട്ടികളോടുള്ള പീഡനം വർദ്ധിച്ചുകൊണ്ടുണ്ട്. അത് പല വീടുകളിലുണ്ട്. അപ്പൊ അതിന്റെ കണക്ക് പറയുകയാണെങ്കിൽ വർഷത്തിൽ ഏകദേശം 4000 മുതൽ 5000 വരെ കേസുകൾ ഈ വിഷയത്തിൽ നമ്മുടെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ചെറിയ കുട്ടികളെ പീഡിപ്പിച്ചതിന്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി വരുന്നത്. അപ്പൊ പരാതി വരാത്ത എത്ര ഉണ്ടാവും? ചെറിയ കുട്ടികളെ വിഷയം ചെറിയ കുട്ടികൾ കൊടുക്കൂലല്ലേ കേസ്. അത് പിന്നെ ആരെങ്കിലും കണ്ട് മനസ്സിലാക്കി അവരാണ് പിന്നെ എന്ത് ചെയ്യുന്നത്? കേസ് കൊടുക്കുന്നത്. അപ്പൊ വരാത്തത് എത്രത്തോളം ഉണ്ടാവും നിങ്ങൾ ആലോചിച്ച് നോക്കി. അതേപോലെ തന്നെ 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾ വർഷത്തില് 50ഓളം കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? അവര് കൊല്ലപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതിലേറ്റവും പ്രയാസം എന്താന്ന് വെച്ചാൽ ആ കൊല്ലപ്പെടാൻ കാരണക്കാര് പുറമക്കാരല്ല, ഒന്നുകിൽ സ്വന്തം മാതാപിതാക്കൾ, അല്ലെങ്കിൽ രണ്ടാനച്ഛന്മാർ, ബന്ധുക്കൾ. അവരുടെ കൈകളാൽ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? കേരളത്തിൽ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 20ലധികം നവജാത ശിശുക്കളെ ഒരു വർഷത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ കേരളത്തിൽ സ്വന്തം അമ്മമാര്, പ്രസവിച്ച ആളുകൾ തന്നെ ഉപേക്ഷിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു, ഒരു സ്ത്രീ പ്രസവിച്ചിട്ട് അതിന്റെ മറുവിള്ള സ്വന്തം കൈകൊണ്ട് അറുത്തു മാറ്റിയിട്ട് കുട്ടിനെ ജനലിന്റെ ഉള്ളിൽ കൂടി പുറത്തേക്ക് നോക്കി. ഒന്ന് ആലോചിച്ച് നോക്കി. അതേപോലെ കുപ്പത്തൊട്ടിയിൽ നിക്ഷേപിച്ചു പോവുക. ഇത് നമ്മുടെ കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു നെടുമങ്ങാട് ഒരു വാർത്ത, എല്ലാരും ഞെട്ടിപ്പിക്കണ വാർത്തയാണ്. അതായത് ഏകദേശം 1.5 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി, കുട്ടീന്റെ 2 കൈയും കെട്ടിയിട്ടുള്ള ചിത്രം നിങ്ങൾ കണ്ടില്ല? പത്രത്തിൽ കണ്ടില്ല? ആ കുട്ടിക്ക് ബാൻഡേജ് ഇടാനുള്ള കാരണക്കാരാരാ? വേറെ നാട്ടുകാരുമല്ല, സ്വന്തം ഈ അമ്മയും അതോടൊപ്പം അവൾ അരി നിന്നുകൊണ്ട് രണ്ടാനച്ഛൻ. എന്തിനാ ഈ രണ്ടാനച്ഛൻ ഈ കുട്ടിനെ എങ്ങനെ കാണിക്കുന്നത്? അതായത് വയറ്റിലും തൊടയിലുമൊക്കെ സിഗരറ്റ് കൊണ്ട് പൊള്ളിച്ച അനവധി പാടുകൾ. ആ കുട്ടി മരണപ്പെട്ടപ്പോൾ ഡോക്ടർമാര് പരിശോധിച്ചിട്ട് 100ഓളം സ്ഥലങ്ങളിലാണ് ആ കുട്ടിക്ക് ക്ഷതമേറ്റിട്ടുള്ളത് എന്നാണ്. ഈ മർദ്ദനങ്ങൾ നടക്കുമ്പോഴൊക്കെ ഈ കുട്ടിനെ പ്രസവിച്ച അമ്മ ഇതൊക്കെ നോക്കി നിൽക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇവിടെ എന്താ അതിന് കാരണം എന്ന് പറയുന്നത്? എന്താ അറിയോ? എന്താ ഇയാൾ കാരണം പറയണത്? ഇവനും ഈ രണ്ടാം അച്ഛനും അതുപോലെ തന്നെ ഈ കുട്ടിയുടെ അമ്മയും അവരുടെ സ്വൈര ജീവിതത്തിന് ഈ കുട്ടി തടസ്സാണെന്ന്. എന്താ പിന്നെ ഈ കുട്ടിനെ എങ്ങനെ ഇടങ്ങാറാക്കിയിട്ട് എന്ത് സ്വൈര ജീവിതം, എന്ത് മനുഷ്യന്മാരാണ് ഇതൊക്കെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എടാ, ആ കുട്ടി ആ പീഡനം സഹിക്ക വയ്യാതെ മരണപ്പെട്ടു എന്നുള്ളതാണ്. ഇത് നേരത്തെ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. കുട്ടിനെ കാല് പിടിച്ചിട്ട് കട്ടിലുമൊത്ത അടിച്ച സംഭവങ്ങൾ ഉണ്ടായി. ചോദിക്കാനും പറയാനും ആരുമില്ലാത്തതുകൊണ്ട് ഈ കുട്ടിയെ കരയുമ്പോ അത് അയൽവാസികൾ കേൾക്കാതിരിക്കാൻ വേണ്ടി വായിൽ തുണിയും മറ്റു സാധനങ്ങളും തിരിക. ഇത് നമ്മുടെ നാട്ടിൽ കേരളത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ഞാനിത് പറയുമ്പോ ഇതിന്റെ ഒരു ഗൗരവം നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷെ നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ എന്നായിരിക്കും നമുക്കൊരു ആശ്വാസം. പക്ഷെ ഇതിലേക്കൊക്കെ നയിക്കുന്ന 2-3 കാരണങ്ങൾ, ആ കാരണങ്ങൾ നമ്മുടെയൊക്കെ പല ആളുകളുടെയും വീട്ടിലുണ്ട്. ഈ കാരണം ഉണ്ടായാൽ കാര്യത്തേക്ക് വേഗം അടുക്കും. കാരണം ലക്ഷണം ഉണ്ടായാൽ മതി. ആ 3 ലക്ഷണങ്ങൾ പറയുന്നത് എന്താ? ഒന്നാമത്തെ ലക്ഷണം, കുട്ടികൾ പീഡനം അനുഭവിക്കാൻ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അവിഹിത ബന്ധങ്ങളാണ്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ അവിഹിത ബന്ധങ്ങൾ. ഒരു കുട്ടിയോ 1-2 കുട്ടിയുള്ള സ്ത്രീകള്
ആ ഏതെങ്കിലും ഇൻസ്റ്റാഗ്രാമിലോ എവിടെയെങ്കിലും റീൽസിലോ ഒക്കെ വേറെ ആരെങ്കിലും പരിചയപ്പെട്ട് അവിഹിത ബന്ധം തുടങ്ങിയാൽ തുടങ്ങുന്നതോടുകൂടി പിന്നെ ഈ കുട്ടികൾ അവർക്ക് ബാധ്യതയും. കുട്ടികളെ അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് എത്ര ആളുകൾ ഇറങ്ങി പോകുന്നുണ്ട്. ഈ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഈ കുട്ടികളെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കും. ചില ആൾക്കാർ ഈ കുട്ടികളെ കൊണ്ടുപോയിട്ട് അവിടെയും വേണ്ടി ഉപേക്ഷിക്കുന്ന അവസ്ഥ. അപ്പൊ ഇത് തുടക്കേതാ? അവിഹിത ബന്ധങ്ങളാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്താ അറിയോ, ഈ അവിഹിത ബന്ധങ്ങൾ ഇപ്പൊ നമ്മൾ വിവാഹിതരായിരിക്കെ, അതാണാകട്ടെ പെണ്ണാകട്ടെ, നമ്മൾ വേറെ ഒരു സ്ത്രീയുമായിട്ട് ഇപ്പോൾ ആരും അറിയാതെ എന്തെങ്കിലും നിലക്കുള്ള ബന്ധമുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ വിളിക്ക് നമ്മൾ നോക്കി. ഈ അവിഹിത ബന്ധം പെരുക്കിക്കൊണ്ടിരിക്കും. സ്വന്തം ഭർത്താവിനോട് സ്വന്തം ഭാര്യനോട് സംസാരിക്കാൻ ആർക്കും നേരല്ല. അവര് ഫോൺ ചെയ്താൽ എടുക്കാൻ നേരല്ല, സംസാരം മുഴുവനാക്കാൻ നേരല്ല. അല്ലെ, എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചാൽ വേഗം അവസാനിപ്പിക്കാനാണ് ഇഷ്ടമുണ്ടാകുക. എന്നാൽ സ്വന്തം കൂടെ പഠിക്കുന്ന അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്ന വേറെ എവിടെന്നെങ്കിലും കണ്ട് പരിചയമുള്ള ഒരു സ്ത്രീയോ ഒരു പുരുഷനാണെങ്കിലോ മണിക്കൂറുകളോളം സംസാരിക്കാൻ ഒരു പ്രശ്നമാണ്. ഈ ലക്ഷണം എന്തിന്റെ ലക്ഷണം? ഇതിലേക്കൊക്കെ എത്തുന്ന ലക്ഷണമാണ്. അതേപോലെ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ലഹരി ഉപയോഗം. വീടുകളിലുള്ള ലഹരി ഉപയോഗം. ഈ ലഹരിക്ക് അടിമപ്പെട്ട ആൾക്കാരാണ് പിന്നെ ഇങ്ങനെ ചെയ്യുന്ന വേറൊരു വിഭാഗം. അപ്പൊ ആ ലഹരി സാധനങ്ങൾ എവിടെയെങ്കിലും നമ്മുടെ പോക്കറ്റിലുണ്ടെങ്കിലോ, അത് ഹാൻഡ്സ് ആകട്ടെ, പാൻപരാഗാകട്ടെ, വേറെ എന്തെങ്കിലും സാധനം ആകട്ടെ, അല്ലെങ്കിൽ അത് ഗുളികയായിട്ടോ ഐസ്ക്രീം ആയിട്ടോ ഏതെങ്കിലും നിരക്ക് ഉപയോഗിക്കണമാകട്ടെ, അങ്ങനത്തെ എന്തെങ്കിലും ലക്ഷണങ്ങളുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പിച്ചോളി, ഇത് അയിമ നിൽക്കൂല. ഇത് അവസാനം എന്ത് ചെയ്യും? ആ മുഴുവൻ മദ്യപാനത്തിലേക്കും പ്രശ്നത്തിലേക്കും പോകും. അതേപോലെ മൂന്നാമത്തെ കാരണം പറയുന്നത് മാനസിക സമ്മർദ്ദങ്ങളും ദാമ്പത്യ തകർച്ചകളുമാണ്, കുടുംബ ശൈഥില്യങ്ങളാണ്. അപ്പൊ ഭാര്യ ഭർത്താവും തമ്മിൽ പിണങ്ങുന്ന സ്വഭാവത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആ പിണക്കത്തിന്റെ ഏറ്റവും വലിയ ഇരകൾ എന്ന് പറയുന്നത് ആ വീട്ടിലുള്ള കുട്ടികളാണ്. ഇവർ തമ്മിൽ എപ്പോഴും വഴക്ക്, എപ്പോഴും വക്കാണോ. ഭാര്യമാരെ അടിക്കുക, ചെറിയ ചെറിയ നിസ്സാര കാരണത്തിന്റെ പേരിൽ അടിക്കുക, ചോദിക്കാനും പറയുന്ന ആളില്ല എന്ന് വിചാരിച്ചിട്ടാണോ? തന്നെയാണ്. എത്ര വലിയ തെറ്റാണത്. പക്ഷെ ആ അടി കഴിഞ്ഞിട്ട് അവ നിസ്കരിക്കാൻ വേണ്ടി പോകും. പിന്നെ എന്ത് നിസ്കാരം അത്? അപ്പൊ ഈ വീട്ടിൽ ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എത്തുക, അവസാനം എവിടേക്ക് എത്തുക? ഈ കുട്ടികൾ നമ്മളെ കുട്ടികളെ നമ്മൾ പീഡിപ്പിക്കേണ്ട കാര്യമില്ല. ഈ കുട്ടികൾക്ക് കണ്ടാൽ മതി, അതന്നെ ഏറ്റവും വലിയ പീഡനം. വാപ്പിയും മീൻ തമ്മിൽ വക്കാൻ ഏൽക്കുന്നതും അങ്ങോട്ടും കൂടെ അനാവശ്യം വിളിച്ചു പറയുന്നതും പാത്രം എടുത്ത് എറിയുന്നതും കാണുന്ന കുട്ടിയുടെ മനസ്സിൽ അനുഭവിക്കുന്ന സംഘർഷം എത്രയാണ്. ആ മാനസിക വ്യതയ്ക്ക് നമ്മൾ ആരുത്തരം പറയും? അത് സിഗരറ്റ് കൊണ്ട് പൊള്ളിക്കല് മാത്രമൊന്നുമല്ല, ആ മനസ്സിലുണ്ടാക്കുന്ന വിഷമം എത്രയാണ്. ഇത്തരം സംഭവങ്ങൾ നമ്മുടെ കൺമുമ്പിലൂടെ നമ്മൾ വായിച്ചു തള്ളുമ്പോൾ സ്വന്തത്തിലേക്കും സ്വന്തം കുടുംബത്തിലേക്കും കൂടി നമ്മളൊന്ന് ഇറങ്ങി ചിന്തിക്കണമെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നതിന്റെ ചുരുക്കം. ഞാൻ പറയുന്ന കുട്ടികൾ എപ്പോഴും ചീത്ത പറയുന്ന ആൾക്കാർ, കുട്ടികളാണ്. അവർ ചെറിയ തെറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യും. അത് നല്ല നിലയ്ക്ക് തിരുത്തി കൊടുക്കും. ചില സമയത്തൊക്കെ ഒന്ന് ചീത്ത പറയേണ്ടി വരും, അതൊക്കെ അത്യാവശ്യമാണ്. തല്ലും തലോടലും ഉണ്ടാകണം. പക്ഷെ എപ്പോഴും തല്ലായാലോ, എപ്പോഴും ചീത്തയായാലോ, ഒരു മര്യാദക്ക് ഒരു വാക്ക് പറയാത്ത ചില രക്ഷിതാക്കൾ. ഒരു ഭക്ഷണത്തിന് വിളിക്കുകയാണെങ്കിൽ പോലും അത് വിളമ്പി വെച്ചിട്ട് തിന്നോ, അങ്ങനെയല്ലല്ലോ മോനെ, എന്താ ഭക്ഷണം വിളമ്പിച്ചു പറഞ്ഞൂടെ. എന്ത് കാര്യം. അതുപോലെ പഠിക്കാൻ, ഈ പഠിച്ചോ. ഏതോ ഒരു ക്രൂരമായ ജീവിയോട് പെരുമാറുന്ന രീതിയിൽ എന്തിനാണ് മക്കളോട് നമ്മൾ പെരുമാറുന്നത്? അത് വിദ്യാഭ്യാസമുള്ളവരും ഇല്ലാത്തവരൊക്കെ അത് കണക്കാണ്. ഇതൊന്നും ശരിയായ രീതിയല്ല സുഹൃത്ത്. നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? പരിചരിക്കണം. ഒരിക്കലും നമ്മുടെ തിരക്കിന്റെ ഇരകളായി നമ്മുടെ കുട്ടികൾ മാറാൻ പാടില്ല. നമ്മളെന്നെ ബിസിനസ്സുകാരനായിരിക്കും, നല്ല കച്ചവടക്കാരനായിരിക്കും, നമുക്ക് എപ്പോഴും ഫോൺ വരുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മളെ പൊതുപ്രവർത്തകനായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഉദ്യോഗസ്ഥനായിരിക്കും, നമുക്ക് നല്ല തിരക്കുണ്ടാവും. പക്ഷെ ആ തിരക്കിന്റെ ഇടയിൽ അവനാന്റെ മക്കളെ പരിഗണിക്കാനും അവരെ ശ്രദ്ധിക്കാനും നമ്മൾ സമയം കാണും. ഒരിക്കലും നമ്മളെ തിരക്ക് അവരെ മേലെ നമ്മൾ തീർക്കാൻ പാടില്ല. അത് നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ പരിചരണം ഒന്നും കൊടുക്കാതെ ഈ കുട്ടികൾ അവസാനം പ്രാർത്ഥിക്കുമ്പോഴേ എന്നോട് കരുണ ചെയ്ത പോലെ എന്റെ മാതാപിതാക്കൾക്കും കരുണ ചെയ്യണം എന്നറിയുമ്പോൾ ഈ ജാതി കുറെ കരുണ ചെയ്തിക്കണെന്ന് വെച്ചാൽ എന്താ നമുക്ക് തിരിച്ചു കിട്ടുക? ഈ പ്രാർത്ഥന നമുക്ക് തിരിച്ചടിക്കുമല്ലേ എന്നുള്ളത് എന്ത് ചെയ്യണം? നമ്മൾ നന്നായിട്ട് ആലോചിക്കണം. യാ ബുനയ്യ എന്നുള്ള വിളി ഉണ്ടല്ലോ, എന്തൊരു വിളിയാണ്. അങ്ങനെ ഒന്ന് വിളിച്ചു നോക്കി നിങ്ങൾ കുട്ടികളെ. പിന്നെ മോനെ, എടാ മോനെ ഒന്ന് വിളിച്ചു നോക്കി നിങ്ങൾ. അങ്ങനെ ഒന്ന് വിളിക്കാൻ നമുക്ക് ഹൃദയം കൊണ്ട് വിശാലത വേണം. കാരണം നമ്മൾ കൊടുത്തതേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? തിരിച്ചു കിട്ടുള്ളൂ. മക്കളെ നോക്കാതെ ഒരു നെട്ടോട്ടം ഓടുന്ന അവസ്ഥയാണെന്നുള്ളത്. അത് പ്രസവിച്ചിടുക, പിന്നെ വേറെ ഏതെങ്കിലും വഴിക്ക് പോവുക, ആരെങ്കിലൊക്കെ ഏൽപ്പിക്കുക. ഈ കരിയർ ഭ്രാന്ത് ഇന്ന് നമ്മുടെ സമൂഹത്തിന് മരിഞ്ഞു മുറുക്കിയിരിക്കുക. ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല, ഞാൻ പണിയെടുത്താലേ പറ്റുള്ളൂ, വെച്ചാൽ പണിക്ക് പോകേണ്ടി വരും. പക്ഷെ നല്ല അന്തസ്സിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നല്ല സാമ്പത്തിക സുസ്ഥിതിയുള്ള ആളുകളും തന്നെ കുട്ടികളെ മുല കൊടുക്കണ്ടേ, അതിനെ പരിചരിക്കേണ്ട സമയത്ത് അത് ചെയ്യാതെ ആരെങ്കിലും കേൾപ്പിച്ച് കൂടുതൽ സമയം നമ്മൾ ജോലിക്കും മറ്റു കാര്യങ്ങൾക്കും പോകുന്ന രീതിയൊക്കെ നമ്മൾ പരിശോധിക്കണം.
വിദേശത്തേക്ക് പോകുന്ന ആളുകൾ, കുട്ടികൾ ആരെങ്കിലും ഏൽപ്പിച്ച് പോകുന്ന ആളുകൾ, ഇതൊക്കെ നമ്മൾ ഇതിന്റെ കൂടെ പരിചരിക്കേണ്ട ആൾക്കാർ. നമ്മുടെ മക്കൾക്ക് നമ്മുടെ സ്നേഹം കിട്ടണം. അത് ചെറുപ്രായത്തിൽ നമ്മൾ കൊടുത്തെങ്കിലേ പ്രായമാകുമ്പോൾ അവരിൽ നിന്നും അത് തിരിച്ചു കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ കുട്ടികളുമായുള്ള ബന്ധപ്പെട്ട വിഷയത്തിൽ നബിയെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മൾ ഓർക്കേണ്ടത്. കുഞ്ഞു പക്ഷി ചത്ത സങ്കടത്തിൽ വിങ്ങിപ്പൊട്ടിയ അബൂ ഉമൈറിന്റെ അരികിലേക്ക് ആശ്വാസമായി ഓടിയെത്തിയ നബി തിരുമേനിയെ ഇത്തരം ഘട്ടങ്ങളിൽ നമ്മൾ ഓർക്കണം. പേരക്കുട്ടി പുറത്തു കയറി കളിച്ച നേരം അവന്റെ കളി തീരുവോളം സുജൂദിൽ മണ്ണോട് ചേർന്ന് ആനയായി കളിച്ച ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് മാതൃകയാക്കാൻ കഴിയണം. പിഞ്ചു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട മാത്രയിൽ ആ ഉമ്മയുടെ മനസ്സ് പെടയാതിരിക്കാൻ വേണ്ടി ഫറള് നമസ്കാരം വരെ ചുരുക്കിയ പ്രവാചകനാണ് നമുക്ക് മാതൃക. മക്കളെ ഉമ്മ വെക്കാത്ത മരുഭൂമിയിലെ മനുഷ്യരോട് നിങ്ങൾക്ക് ഹൃദയത്തിൽ കാരുണ്യമില്ലാത്തവരാണ്, കാരുണ്യം വറ്റിയവരാണ് എന്ന് പ്രഖ്യാപിച്ച പ്രവാചകന്റെ അനുചരന്മാരാണ് നമ്മൾ. അടിമക്കുട്ടിയെ അടിച്ച സഹാബിയോട് കോപിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ശിക്ഷ നിനക്കിതിന്റെ പേരിൽ നരകമായിരിക്കുമെന്ന് അവനെ വിറപ്പിച്ചുകൊണ്ട് പ്രഖ്യാപിച്ച പ്രവാചകന്റെ ഉമ്മത്താണ് നമ്മൾ എന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ആ പ്രവാചകനും സഹാബത്തുമൊക്കെ കുഞ്ഞിന്റെ ഒരു തുള്ളി കണ്ണീരിന് വില പറഞ്ഞവരായിരുന്നുവെങ്കിൽ ഇന്നത്തെ നമ്മുടെ സമൂഹം കുഞ്ഞുങ്ങളുടെ ഒരു കുടം ചോരക്ക് കാരണമാകുന്ന അവസ്ഥയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ തിരിച്ചു ചിന്തിക്കണം. ഒരിക്കലും മുസ്ലിം പേരുള്ള ഒരാളുടെ അടുക്കൽ നിന്ന് ഒരു കുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന വാർത്ത വരാൻ പാടില്ല. സ്വന്തം വീട്ടിലുണ്ടാകും, നാട്ടിലുണ്ടാകും. സ്വന്തം ആത്മവിചിന്തനം അവനവന്റെ മക്കളെ മുന്നിൽ വെച്ചുകൊണ്ട് ചെയ്യുന്നു.